എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. എന്നും രാവിലെ എണീക്കാൻ വരുന്നതുകൊണ്ട് ജിമ്മിൽ പോകാറില്ല. ഏതായാലും ജിമ്മിന് പോവാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇപ്പൊ നാളെ ലീവ് കഴിച്ചു. എന്നാലും ഒരു സ്റ്റാർട്ടിങ് കിട്ടട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ നാളെ തുടങ്ങാനായിരിക്കാൻ നോക്കും. അതൊന്നും എന്തായാലും നേരത്തെ എണീറ്റ സ്ഥിതിക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തിയിരിക്കണം. ഞാൻ ജിമ്മിലെത്തി വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോറാമിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മളെ ട്രെയിനറോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം അത് കേട്ട മൂപ്പർ ഫോണെടുത്ത് വീഡിയോ എടുത്താണിത്. പിന്നെ ഞാൻ ഫോൺ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോറാം കളിക്കുന്നത്. ഡാൻസ് കളിക്കുന്ന സോങ് അവിടെ നിന്നോട്ടെ എന്ന് കരുതി. ഇവിടെ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് വെച്ചാൽ വെറുതെ പിന്നീട് ഒരു പണിയാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മ്യൂസിക്കൊക്കെ ഒഴിവാക്കി സൈലൻ്റ് ആക്കിയത്. അങ്ങനെ ഞാൻ രാത്രിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കളിയൊന്നും പിന്നെ രാത്രി കളിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ കളിക്കുന്ന ഏതെങ്കിലും ബൈസിന് മാത്രം കളിച്ച് അപ്പോഴേക്ക് സമയം തീരും. 10 മണിയാവും. വേറെ ഒന്നിനും കളിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ രാവിലെ ആക്കിയതാണ്. പിന്നെ പിന്നെന്തേന്ന് പറയാൻ വിചാരിച്ചത്, മൂപ്പര് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫോറാം ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചത്. ഫോറാമും പിന്നെ ആപ്സിനും കളിച്ചു. കളിക്കുന്ന ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പക്ഷെ അത് ഒരു സോങ് മുഴുവൻ പാടുന്നത് കേൾക്കേണ്ടി വരും. പിന്നെ അത് അലമ്പാവും. ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ എത്തുമ്പോൾ അവസാനം ഇതല്ലാതെ വേറെയും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഈ സോങ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഡബ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്.
എന്തായാലും ഇന്ന് ജിമ്മിനൊക്കെ പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ കിച്ചു വന്നിട്ടുണ്ട്. നമ്മളെ എന്തേത് പേര് അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. എടാ പേര് പറഞ്ഞു കൊടുക്കടാ. എടാ ഓടുന്നതാ നാണായി ഓടിട്ടോ. വരുന്നതാ മെല്ലെ വരുന്നുണ്ട്. നാണമാകുന്നു മേനി നോകുന്നു. അതാ മെല്ലെ വരുന്നുണ്ടേ, മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അവിടത്തി എന്ത് കാണിച്ചാലും ഇതിലുണ്ട്, യൂട്യൂബിലുണ്ടാവും കേട്ടോ. അതാ കറണ്ട് പോയോ. ഞങ്ങളെ വലിയ മീനതാ, വലിയ മീന്. മീന് പ്രസവിക്കടോ. മീന് പ്രസവിക്കല ആണല്ലേ. അല്ല ഒറിജിനൽ പേര് ദേവദർശ് നട്ടോ അവന്റെ പേര്. പിന്നെ നാണായിട്ട് കളിക്കാണ്. അപ്പൊ ഞാൻ എന്ത് കോലത്തിലാ നോക്ക്. ദേവദർശ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആ ഒന്നിലെത്തില്ലേ. ആ 1ാം ക്ലാസ്സിലാണ്. ഇതിന് ആദ്യം കുറച്ച് കുറവൊക്കെ ആയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഉഷാറായി. ഇനി ഞങ്ങള് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. വേറൊരാളുണ്ട് അവിടെ, അയാൾക്ക് ഭയങ്കര കുറവാണ്. അയാളതാ ഒളിച്ച് കളിക്കുന്നത്. സതീഷ് അല്ലല്ലോ, സതീഷ് കാണിച്ചാ തിരിച്ച് കാണിച്ച. അച്ചു എവിടെ പോയതാ? ക്രിക്കറ്റ് കളിക്കാൻ പോയതാ. സോനു സൊല്യൂഷൻ പോയതല്ലേ. അത് ശരി. മെസ്സിന്റെ ജേഴ്സി ഒക്കെ ഇട്ടാണല്ലോ പോയത്. സ്കൂള് പൂട്ടിയതാ? എന്തിന്? എങ്ങനെ എന്തിനു പൂട്ടിയത്? ക്രിക്കറ്റ് തുടങ്ങുന്നോണ്ട് സ്കൂൾ. ഇവിടുന്ന് ശനിയാഴ്ച അല്ലടോ. ശനിയാഴ്ച അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാറുണ്ടോ? ഫുട്ബോളോ? മാച്ചോ? നീ ഫുട്ബോൾ കളിക്കൂ? ഏത് പൊസിഷനിലാ കളിക്കല്? അതല്ല, ഫുട്ബോൾ കളിക്കുമ്പോ അങ്ങനെ പൊസിഷൻ ഉണ്ടാവില്ലേ, ഫോർവേഡ് എന്നൊക്കെ. ഫോറോ? അതറിയില്ല. അതൊക്കെ ചോദിക്കണം കേട്ടോ. ഞാൻ എവിടെയാ കളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കണം. ഞാനേ പോർച്ചുഗല്. പോർച്ചുഗലല്ലടാ. നീ ഏതാ ടീം? അർജന്റീന. അർജന്റീന പൊട്ടിയില്ലേ. അടുത്ത കൊല്ലല്ല, ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുക. അടുത്ത കൊല്ല 4 കൊല്ലം എന്ന് പറഞ്ഞാ 4 കൊല്ലം കഴിയണം. അപ്പൊ നമുക്ക് എത്ര വയസ്സാവുന്നറിയോ? ഇപ്പൊ എത്ര വയസ്സായി? 6 അല്ലേ? അപ്പോ 6, 7, 8, 9, 10 ആവും.
അപ്പൊ എത്രാം ക്ലാസ്സിലെത്തു? 5-ാം ക്ലാസ്സിലെത്തും. ഇനി 5-ാം ക്ലാസ്സിലെത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ. നീ ചായ കുടിച്ചോ? എന്തായിരുന്നു ചായക്കടി? രാവിലെ തന്നെ ബിരിയാണിയോ? അതെന്താ രാവിലെ തന്നെ ബിരിയാണി? ഓക്കെ തോന്നുന്നു. പൂട്ടിയതാ. എന്ത് ചെയ്യും? പൂട്ടി പോയതാ. ഇതോങ്ങോട്ട് നീക്കിട്ടൊന്ന് പോക്ക്. ജിമ്മിൽ പോയ ഡ്രസ്സാ ഈ ഡ്രസ്സ് നമ്മളെ മുമ്പത്തെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, ബിപിൻ. ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോ പറയും, ഒരു നരച്ച ടീഷർട്ട് ഇട്ട് വരുന്നു. പക്ഷെ ഞാൻ എന്തേ ഇടുള്ളൂ, നമ്മളവിടെ കല്യാണത്തിന് പോവല്ലല്ലോ. കല്യാണത്തിന് പോവാണെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കാം. ഇത് ഡെയിലി അലക്കുകയും വേണം. അതിന് ഞാൻ നല്ല ഇന്നെന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നരച്ചു പോയി. എന്തായാലും അത് എടുത്തിട്ടുണ്ട്. അല്ല, ജിമ്മിന് പോയിട്ടുണ്ട്. ഊരവേദന സീനാവില്ലായിരിക്കും. കുറച്ച് 5 ദിവസം റെസ്റ്റ് എടുത്ത്. ഇന്നലെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വിളി തുടങ്ങിയപ്പോഴാണ് പോയത്. പിന്നെ നമ്മളെ ജിമ്മിലെ ട്രെയിനറോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊരു തുടങ്ങിയിട്ടുണ്ട്, അതില് ചെറിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പരൊരു ക്ലിപ്പ് ഇങ്ങനെ എടുത്തു, ഞാൻ കളിക്കും. പഠിച്ചു വരുന്നേ ഉള്ളൂ, അങ്ങനൊക്കെ ശരിയാവുള്ളൂ. പിന്നെ എന്റെ പേര് അരുൺ ഐച്ചി. എനിക്കിഷ്ടപ്പെട്ട കളറ് ബ്ലൂ. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾക്കും വീഡിയോ ചെയ്തുകൂടെ? എല്ലാ തരത്തിലുള്ള ആൾക്കാരും വീഡിയോ ചെയ്തു. മറ്റേ മുട്ടത്തോട് തൊലിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ട് യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ട്. ഡെയിലി ഓരോരോ മുട്ട എടുത്തിങ്ങനെ. പിന്നെന്താ, നമ്മളെ കുറ്റം പറയല്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും ഞാനത് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഏത് നമ്മുടെ AJP, ആറാട്ടണ്ണൻ, അവരെ കുറച്ച് ഗ്യാങ്ങുകള്, പിന്നെ ഓരോരു മണ്ടത്തരം വീഡിയോസ്. ഞാൻ ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും, ആ മണ്ടത്തരം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു ലോജിക്കും ഇല്ലാതെ വീഡിയോ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾക്ക് ചെയ്യാലോ. അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. അതേപോലെ പണ്ട് മറ്റേ ഇവരില്ലേ, സന്തോഷ് പണ്ഡിത്തിന്റെ ആ കൃഷ്ണന്റെ അതല്ലായിരുന്നു ഫസ്റ്റ് ഒരു മൂവി. സന്തോഷ് പണ്ഡിറ്റ് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പത്രത്തിലൊരു ന്യൂസ് കട്ടിങ് കണ്ടതാ, അങ്ങനെ പടം റിലീസായിട്ട്. പിന്നെ അതിന്റെ ട്രോളും കാര്യങ്ങളൊക്കെ വന്ന് ഉഷാറാക്കി. അപ്പൊ മൂപ്പര് അത് ചെയ്തപ്പോ ഞാനിങ്ങനെ ആലോചിക്കും, അപ്പൊ നമ്മൾക്കൊരു പോസിറ്റീവ് ഒരു സംഗതി കൊണ്ട് വരും. അയാൾ അതൊക്കെ ചെയ്തെങ്കിൽ നമ്മൾക്കും ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾക്കും ചെയ്തുകൂടെ എന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഷോർട്ട് ഫിലിം എഴുതി ഷൂട്ടൊക്കെ ചെയ്ത്, പക്ഷെ അത് റിലീസാക്കിയില്ല. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു എത്ര കൊല്ലം മുമ്പാണത്, അന്നൊരു 10-50,000 ഞാൻ അതിനു വേണ്ടി മുടക്കിയിട്ടുണ്ട്. ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്ത് ഫുൾ നൈറ്റ് ഷൂട്ട്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എനിക്കിപ്പോ ഒന്നുകൂടി ചെയ്യണം എന്നുണ്ട്.
ഞാൻ കഥ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വീഡിയോസിൽ എവിടെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കണം, എന്നിട്ട് ഞാൻ ചെയ്യും ചെയ്തിരിക്കും. അത് നല്ലപോലെ ചെയ്ത് റിലീസാക്കണം എന്ന് എനിക്ക് ആഗ്രഹം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ നമ്മൾ സാധിക്കുന്നതും ആഗ്രഹങ്ങൾ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് തീർക്കണ്ടേ. അതുകൊണ്ട് അല്ലാതെ നമ്മൾക്ക് വലിയ ഡയറക്ടർ ആവാനോ ആക്ടർ ആവാനോ ഒന്നല്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സാധിച്ചിട്ട് ചത്തു പോവുക. അതന്നെ മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നുക, ആയിട്ടുണ്ടോ എന്നൊക്കെ തോന്നുക. ശരീരം കുറച്ച് വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലായികയില്ല. അങ്ങനെ അതിലേക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങും. അതെന്താവട്ടെ, അല്ല ഞാനത് വെറുതെ പറഞ്ഞാട്ടോ, തമാശയായിട്ട് പറഞ്ഞതാ. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജിമ്മിനൊക്കെ പോകുന്നത് തന്നെ. അല്ലാതെ മസില് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അതിന് കൂടെ എന്തെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ, അത് ബോണസ് ആയിട്ട് നിന്നോട്ടെ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ചമ്മയ്ക്ക് ഒരു സിറപ്പ് ഇന്നലെ കൊടുക്കാൻ പറഞ്ഞു, ഇന്നലെ എന്നോട് എടുക്കാൻ മറന്നു. അപ്പൊ ഇന്ന് ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ അവിടെ ഫാർമസി പോയി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അച്ചമ്മയും കൊണ്ട് കൊടുക്കട്ടെ. ഏതായാലും ഞാൻ അച്ചമ്മനെ കാണിച്ചു തരാം. ചെരുപ്പ് ആ ഭാഗത്തായി പോയി. ചെരുപ്പിട്ട് ഇങ്ങനെ ശീലമായതുകൊണ്ടേ, അതാണെന്ന് ടർഫിന്ന് കളിച്ചപ്പോ സീന് പാളിയെന്ന് തോന്നുന്നുണ്ട്. ശീലമായതുകൊണ്ട്, ചെരുപ്പിട്ട് ഇങ്ങനെ ശീലമായതുകൊണ്ട് ചെരുപ്പ് ഇടാതെ വെക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങാനേ കഴിയുന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ആക്കിയിട്ട് കാണിച്ച, ഇങ്ങോട്ടല്ല വീട്, ഇങ്ങോട്ടാ വീട്. ഇച്ചുതാ പിന്നെയും പോയി. വരുന്നുണ്ട്, സ്ലോ മോഷൻ ആക്കി തരാം. പക്ഷെ നാളത്തെ വീഡിയോയിൽ കിച്ചുവിന് ചീത്ത കേൾക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. ചോ അമ്മ എവിടെ പോയി? എന്തിന്? നമ്മള് കാട് വെട്ടിയാലോ? ഈ കാട് ഇവിടെ കണ്ടില്ലേ? കാട് ഒട്ട നമ്മൾക്ക് കൊടുവാട് എടുത്ത് വെട്ടണോ? അമ്മയാണല്ലോ. ഞങ്ങള് വീഡിയോ ചെയ്യാണ്, ഞങ്ങള് യൂട്യൂബ് വീഡിയോ ചെയ്യാണ്. ഞാൻ വെറുതെ പറഞ്ഞു. ഞങ്ങള് വ്ളോഗ്, ഡെയിലി വ്ളോഗ് ചെയ്യാണ് ഞാനും കിച്ചുന്ന്. വ്ളോഗ് ചെയ്യാണ് ചെല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവർക്കൊക്കെ മടിയാണ്. മറ്റേ ആള് കളിക്കാൻ പോയതല്ലേ? ഓനെ ആർക്കറിയാം. ഞാൻ എന്തായാലും ഇത് കൊടുത്തു തരട്ടെ. നിഴല് കാണുന്നുണ്ടല്ലോ. രസമുണ്ടല്ലോ അല്ലേ? നിഴലായി ഉരുകി ഉരുകി
അച്ഛമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കഥകൾ ചൊല്ലും കാറ്റിനോട് ഞാനിങ്ങോട്ട് ചമ്മി എന്താ ആ മരുന്ന് തീർന്നില്ലേനോ? അമ്മ അല്ല, അമ്മ പണിക്ക് താഴോട്ട് പോയിണ്ട്. ചായ കുടിച്ചോ? എന്തേനു ചായക്കടി? അയ്യോ, അതായത് മറ്റേ അമൃതം പൊടിയാ? അമൃതം പൊടിയാ? ഞാൻ ഉച്ചക്ക് പുറത്തിരിക്കും. ഉച്ചക്കാ? പോട്ടെ, അവിടെ ഇരുന്നോളി, ഇറങ്ങി നടക്കണ്ട ട്ടോ. ചെടി നട്ടിട്ട് അമ്മ ഓണത്തിനേക്ക് പൂ ഇടും. അത് ഇനിയിപ്പോ ഒരു അടുത്ത മാസല്ലേ, ഒരു മാസം കൂടിയേ ഉള്ളൂ. ഒരു മാസം കൊണ്ട് അതിൽ പൂടൊന്നും തോന്നുന്നില്ല. ഞാൻ എന്തേന്ന് നേരത്തെ പറഞ്ഞത്, മറ്റേ ഇത് പറയാനായിരുന്നു ഞാൻ നേരത്തെ എടുത്തത് വീഡിയോ. ഫ്രണ്ടാക്കി ഈ ചേമ്പില്ലേ, ഈ ചേമ്പിനിടയ്ക്ക് വൈറലായിട്ടില്ലേ റീൽസിലൊക്കെ. പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ ആ സമയത്ത് ഞാനും പറിച്ചു കൊണ്ട് നട്ടതാണ്. അല്ല, ഇതല്ല കേട്ടോ, അവിടെ ഉണ്ട് ഇത്. എന്നിട്ട് എൻ്റെ അനിയൻ എവിടെയോ പോയി വരുമ്പോ റോഡ് സൈഡ് കണ്ടിട്ട് അവര് കൊണ്ടുവന്നിട്ട് നട്ടതാ ഇത് രണ്ടെണ്ണം. ഞാൻ പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഒന്ന് നട്ടു. ഞാൻ എവിടുന്നോ മുക്കത്ത് അവിടെ എവിടെ ഒരു റോഡ് സൈഡ് കണ്ടപ്പോ ആണ് ഇത് അത് കൊണ്ടുവന്ന് നട്ടത്. പിന്നെ വേറൊന്നുകൂടി ഉണ്ട്. അതിനേക്കാളും മുമ്പേ ഞാനിത് വൈറലായപ്പോ എനിക്കിത് കിട്ടണം ഭയങ്കര ഒരു ത്വര. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇത് ഞാൻ ഓൺലൈൻ ഏതോ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിയ ചേമ്പാണ്. ഇത് ഈ ചട്ടിയിൽ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു സാറില്ലാത്തത്. അത് ഞാൻ 180 രൂപ എങ്ങാനും കൊടുത്ത് വാങ്ങിയ ഈ 2 തൈ. രണ്ടും എന്തായാലും കുറച്ച് കാലമായി, ഒന്നും ആയിട്ടൊന്നുമില്ല. അതിനി പുറത്തേക്ക് നടത്താൻ നന്നായി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത്. എന്നും ഞാൻ ഇങ്ങനെ പറയും, ഇത് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഇത് ഇവിടുന്ന് കുറച്ച് വെട്ടി, ഇവിടെ കണ്ടില്ലേ കുറച്ച് വെട്ടാനുണ്ട്, വെട്ടിയിട്ട് ഇവിടെ ഫില്ലാക്കണം. ആണ് ഇന്നത്തെ ഇത് ജിമ്മില് ഞാൻ കയറുന്നതിന് മുമ്പ് പയം കഴിച്ചില്ലേ? കയറുന്നതിന് മുമ്പ് കഴിച്ചാൽ ഇങ്ങനെ, അല്ലെങ്കിൽ അത് അവിടെ ഇത് എന്നിട്ട് ഇതിലേക്ക് ഇടാലോ. കൊണ്ടോന്ന ഇത് ഈ റൗണ്ട് ഞാൻ ചെയ്തതാണ്. ഈ റൗണ്ട് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഊരവേദന തുടങ്ങിയത്. ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് അന്ന് തന്നെ വന്നിട്ട് ഞാൻ ഈ പണിയെടുത്തത്. കുനിഞ്ഞു നിന്നിട്ട് ചെയ്യണ്ടേ, പക്ഷെ ചെയ്തത് എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അന്ന് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഊരവേദന കൊണ്ട് തുടങ്ങിയിട്ട് ഇത്ര കാലായിപ്പോ, ഒരു വർഷത്തോളായിട്ടുണ്ടാവും, മാറുന്നില്ല അങ്ങോട്ട്. ഇതന്ന് തീർക്കണം എന്നുള്ളൊരു സംഗതിയായിപ്പോ. ഇത് ഇവിടുന്ന് മാറ്റി നടണം. ഞാൻ അതിൽ വിത്തിട്ടതേ, എന്തായാലും മുളച്ച സ്ഥിതിക്ക് അത് വലിയ കർമ്മൂസം ഉണ്ടാവും.
അപ്പൊ അത്രേ ഉള്ളൂ. ഈ ചട്ടി ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ. ഇതിങ്ങനെ ഇതൊക്കെ പെയിന്റ് അടിച്ചപ്പോ വൈറ്റ് വാഷ് അടിച്ചപ്പോഴേ മാറ്റായിട്ട് അങ്ങനെ വന്നതാ. പിന്നെ ഈ ചെടി ഞാൻ ആ വയനാട്ടിൽ ലക്കിടിയിലുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയത്, ചെറിയ തൈ വാങ്ങിയിരുന്നു. ഇത് എന്തായാലും ഇതില് 2 ഉണ്ടായിരുന്നു. ഒന്ന് ആ സൈഡിലുണ്ടായിരുന്നു, അത് പിടിച്ചില്ല. പക്ഷെ ഇതിൽ ഉറുമ്പ് കൂട് കൂട്ടുന്നുണ്ട് കണ്ടോ. പോവാനിപ്പോ എന്താ വഴി? അവര് അവര് കൂട് കൂട്ടി ഇതിന്റെ കായ് നാശാക്കുമെന്നാണ് ഇപ്പൊ പേടി. ഇതുള്ള വരുന്നില്ലല്ലോ. പൈസക്കാരനാവോ പച്ചത്തുള്ളൻ? ഇത് കണ്ടാല് പൈസക്കാരനാവുന്നു പണ്ട്. ഇഷ്ടംപോലെ വീട്ടിൽ കയറിയ വീട് മെച്ചപ്പെടുന്നു. അങ്ങനെ എന്തോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. എന്തായാലും ഇവിടെ കേറിയിട്ടുണ്ട്, ഇനി വീട് അങ്ങോട്ട് മെച്ചപ്പെടട്ടെ. ഈ അല്ല ഈനോ അച്ഛമ്മേനെ കണ്ടില്ലേ? അച്ഛമ്മപ്പോ സംഭവം എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് മരിച്ചതിന് ശേഷമാണ് അച്ഛൻ പെട്ടെന്ന് ഇവരെന്താ അറിയോ, ഈ അച്ഛന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ ഏത് ഫാമിലിയാണ്? എനിക്ക് പേടിയാണ്. എന്റെ പേടിയുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര വലിയ കഥകളാണ്. ഇപ്പോഴും പേടിയാണ്, അങ്ങനെയല്ല. പേടിയില്ല, ഇവർക്കൊന്നുള്ള ആ സംഗതി ഇല്ല. പണ്ടൊക്കെ അച്ഛന് ഇടിവെട്ടിയ പേടി. ഇടിവെട്ടുമ്പോഴേ ഞങ്ങളെല്ലാരും കൂട്ടി മറ്റേ ഒരു ഓല വീടില്ലേ, ഒറ്റ ബെഡ്, അങ്ങനെ ഒരു പുറത്തിനുള്ളിൽ ഞങ്ങളെല്ലാരും കൂട്ടിണ്ടാവും. എന്നിട്ട് ആ ഓല ഷെട്ടിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ച് മറയ്ക്കും. വെളിച്ചം, ഈ മിന്നലിന്റെ വെളിച്ചം ഉള്ളിലേ വരാതെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂറ്റ് വെളിച്ചം ഉള്ളിലേ വരില്ല. പുറത്തിങ്ങനെ ഇടിയും ഉണ്ടെങ്കിൽ അതൊന്നും ഉള്ളില് ഞങ്ങൾ കാണില്ല. അങ്ങനെ പേടി, എനിക്കും പേടിയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോ വന്നിട്ട് ഇവരിങ്ങനെ ആ പേടി, വീട്ടിലുള്ള പേടി പിന്നെ നമ്മൾക്ക് കിട്ടുമല്ലോ. സ്കൂളിൽ പോകുമ്പോ ഇടി വെട്ടിയാല് കരച്ചിലും എന്തൊക്കെയോ ഒരു പേടിയും അങ്ങനൊക്കെ ആയിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഒരു തേങ്ങയില്ല, അത് വേറെ വിഷയം. അച്ചമ്മയ്ക്കൊക്കെ ആ അച്ഛൻ മരിച്ചതിന് ശേഷം എന്തോ പേടി കുഞ്ഞു കാണാറില്ല. അത് വരെ നല്ല ആരോഗ്യമുണ്ട്. ഇതിന് ശേഷം 30 ഡൗൺ ആയിപ്പോയിട്ട് പിന്നെ ഇപ്പൊ കണ്ടില്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒരു 10 വർഷം അവിടെ അച്ഛമ്മേന്റെ അടുത്ത് ആ വീട്ടിലില്ലേ, അവിടെ ഒരു റൂമില് എന്തൊക്കെയോ ടെൻഷനായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജില് ഞാൻ ആ റൂമിനുള്ളിൽ തന്നെ നിന്ന സമയമൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങാതെ മൊത്തം റൂമിനുള്ളിൽ നിന്ന് വെളിച്ചവും കാണുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് പിന്നെ രാത്രി പുറത്തിറങ്ങി നടക്കും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തോളം അവിടെ നിന്ന് പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെയും വന്നത്. എന്റെ ആ ശരിക്കുള്ള പ്രായം ഉണ്ടല്ലോ, ഒരു 24 മുതലൊക്കെ ഒരു 30 വയസ്സ് വരെയൊക്കെ. അപ്പൊ എനിക്ക് എത്ര വയസ്സായി? എനിക്കല്ല വയസ്സ്. അതാണല്ലേ ആ പന്ത വൈബ് നിട്ടത്. 30 വയസ്സ് വരെയൊക്കെ അവിടെ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്താണ് ഞാൻ ഇങ്ങോട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കഥകളാണ്. അച്ഛമ്മ ഇങ്ങനെ, എന്നിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അച്ഛമ്മ ഇങ്ങനെ രാവിലെ ചായ വെച്ചിട്ട് ചായ പുറത്ത് വെക്കും. പുറത്തൊരു ഡോറിന്റെ, ഞാൻ നിൽക്കുന്ന റൂമിന്റെ നേരെ പുറത്തൊരു സ്റ്റൂൾ ഉണ്ടാവും. ആ സ്റ്റൂളിൽ ചായ കൊണ്ടുപോകും. നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ വാതിൽ കൊണ്ട് മോനെ 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 എന്ന് വിളിക്കും. ഞാൻ വിളിയും കേൾക്കില്ല, അങ്ങനെ കിടക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ഞാൻ വാതിൽ തുറന്നിട്ട് ഫുഡും കൂടെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഒന്നുകിൽ ഉള്ളത് കഴിക്കും, അല്ലെ പുറത്തുനിന്ന് അവിടെ ഇരുന്ന് കഴിക്കും. അതേപോലെ ഉച്ചയ്ക്കും രാത്രിയും ഇല്ലാതെയുള്ള അവസ്ഥ. അങ്ങനെയായിരുന്നു. ഇപ്പൊ അച്ഛമ്മയും അമ്മായിയും, പിന്നെ അമ്മായി പകൽ അവിടെ ഉണ്ടാവില്ലല്ലോ,
എന്തെങ്കിലും പണിക്കൊക്കെ പോകും. അച്ഛമ്മയാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഞാൻ ജോലിക്കും പോവാതെ ഫുൾ ടൈം അവിടെ, ഫുൾ ടൈം ഉറക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റീൽസ് ചെയ്തുകൊണ്ടിരിക്കും. ആ റീൽസ് ഒക്കെ ഞാൻ ആ സമയത്ത് ചെയ്തത്. പിന്നെ അങ്ങനെയാണ് പറയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ അച്ഛമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായി. പിന്നെ ഞാൻ കരുതി ഇവിടെ അമ്മയുണ്ട്, അപ്പൊ അമ്മേന്റെ അടുത്തും നിക്കണല്ലോ എന്ന് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി. അങ്ങനെ പോകുന്നത് അമ്മേനെ വിചാരിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്കും പോരില്ല. ഞാൻ ഒരു സൈക്കോ ആണല്ലോ. നാട് വിട്ട് തന്നെ പോയേനെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഓക്കെയാണ്, സെറ്റാ. ഇപ്പൊ ഞാൻ എന്റെ കാര്യം നോക്കി ഇങ്ങനെ സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മേനെ കണ്ടപ്പോ അത് പറഞ്ഞതാ. അപ്പൊ ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാട്ടോ. ഇതെന്നും ഇങ്ങനെ പറയുന്നല്ലാതെ ഞാൻ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി ഈ ബാക്കി ഭാഗം കൂടി ഫില്ലാക്കാന്ന് കരുതാം. ഇതിങ്ങനെ ഇരുന്നാല് പണി പാടും, ഊരവേദന ആവും. എന്നാലും ബാക്കി കൂടി നട്ടേക്കാം. എന്നാ പിന്നെ ആ പണിയോട് വേദന. ഇതിങ്ങനെ കൂടി പടരുന്നതേ വെട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ ഇവിടേക്കാവും. ആ നമുക്ക് വേണം, നമുക്ക് വെട്ടി ഒഴിവാക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പടരണ്ട, ഉള്ളിലേക്ക് വരണം. ഇതാ ഇത് പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഞാനേ ഈ 2 ചെടിയും ഞാനിത് നമ്മളെ പാപ്പന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അവരിങ്ങനെ സിറ്റ് ഔട്ടിൽ തൂക്കിയിട്ടല്ലോ, അങ്ങനെ ഇട്ടെടുത്തുനിന്ന് അവര് ഒഴിവാക്കിയപ്പോ പറമ്പെന്ന് കൊണ്ട് നട്ടതാ. ഞാനിപ്പോ കാണുന്നില്ലെങ്കിൽ കാണണ്ട, ഞാനിങ്ങോട്ട് വന്നിട്ട് കാണാം. ഇപ്പ വരാം, ഇതൊന്ന് വെട്ടട്ടെ. അപ്പൊ ഞാൻ എത്ര സെക്കൻഡ് ആയിട്ടുണ്ടാവും വന്നിട്ട്? 10 സെക്കൻഡ്. ഊരവേദന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇങ്ങനെ കട്ട് ചെയ്താല് ഇതുകൊണ്ട് നമ്മൾക്ക് ചെടി നടാം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലേ? നടട്ടെ. ഇവിടെ ഇരുന്ന് നടാലോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ നടുകയാണ്. ഇവിടെ ചെറിയ കല്ലൊക്കെ അങ്ങോട്ട് മാറ്റണം. അപ്പോ ചില ടീംസ് പറയും, നീയൊക്കെ ഒരാണാണോടോടോടാടാന്ന് ചോദിക്കും. ഏത്? ലഹരി ഉപയോഗിക്കാത്തോണ്ടേ. നമുക്ക് അത്ര ആണത്തരം മതി, ചാണത്തം മതി. ആണാണെന്നും പെണ്ണാണെന്നും നിർവചിക്കാൻ ഓരോ സംഗതികൾ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിക്കുകയും കുടിക്കുകയും ചെയ്താൽ ആണ്, അല്ലെങ്കിൽ ആണല്ല. എനിക്ക് അത്ര ആണത്തം മതി. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഒരു സംഗതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ച പോലായിട്ടില്ലെങ്കിലും നമ്മളെ ഇതിപ്പോ കാണുമ്പോ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ആയാലേ കാണുന്നവർ വിചാരിക്കും, ഇത് സിമ്പിൾ പരിപാടിയാണല്ലോ.
അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചു കൊണ്ടുപോകാനൊക്കെ തോന്നും. അപ്പൊ നമ്മൾക്കൊരു ദേഷ്യം വരും. ഏത് ദേഷ്യം വരാൻ കാരണം എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ നട്ട് സ്പ്രെഡ് ചെയ്തു ഇങ്ങനെ നട്ട് വലുതാക്കി എടുത്തതാണ് എന്ന് പറഞ്ഞതാ. അപ്പൊ ഇതൊന്നൊരു ആള് പറിച്ചു കൊണ്ടുപോകുമ്പോ നമ്മൾക്ക് ഒരു സങ്കടം വരും. അത് സ്വാഭാവികമാണ്. അത് മനുഷ്യ സഹജമാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ? എന്റെ മുഖം കാണുന്നില്ലല്ലോ നിങ്ങള്? ഇതാദ്യം ഞാൻ ഓരോന്ന് അതൊക്കെ ആ ഭാഗത്തുള്ളതൊക്കെ ഒരൊറ്റ തയ്യേ ഉള്ളൂ. ഓരോന്ന് വെച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു 4-5 ഒന്നിൽ വെക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത്? അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. നാളെ ഷബാനന്റെ വീട്ടില് അവള് വീട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 4 ആള് മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഷബാന, ഞാന്, ഷിമർ അലി, ദിബിന്. അപ്പൊ ഷബാനനോട് ഞങ്ങള് നാളെ വീട്ടിൽ വരും എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഷമീറില്ല. ഷമീറിന്റെ വീട്ടിലെന്തോ വലിയമാരെന്തോ പരിപാടി, അതിനിപ്പോ ഉമ്മ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പാവം. അങ്ങനെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ട്രാപ്പായി പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് സന്തോഷം എന്ന് കരുതി അങ്ങോട്ട് ആശ്വസിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ മക്കളെ, അതല്ല സന്തോഷം. നിങ്ങളത് സന്തോഷാന്ന് കരുതി അങ്ങോട്ട് തൃപ്തിപ്പെടുക. അതേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലൊക്കെ ആവണം. തള്ളി മറിക്കാൻ പറ്റി ഞാൻ തള്ളും. അല്ലാതെ എനിക്കിപ്പോ യൂട്യൂബില് വീഡിയോ ഇടാനൊന്നും കഴിയില്ല. ഞാൻ പണ്ടൊരു ഈ ചാനലല്ല, വേറെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഏത്? ഞാനൊരു 5-6 മാസത്തെ കഷ്ടപ്പാട്, ആ കട്ട ഇന്റർലോക്ക് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ മൊത്തം ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. എന്നിട്ട് അതിൽ മ്യൂസിക് ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് അത് കോപ്പിറൈറ്റ് അടിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഇതിലുണ്ടായിരുന്നു, ഏത് ഫോണിലുണ്ടായിരുന്നു. ഫോണൊന്നും കണ്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? ആ വീഡിയോ അല്ല. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിലെങ്കിലും ഇട്ട് വെക്കുകയും നമ്മളാ കഷ്ടപ്പെട്ടത് നമ്മൾക്ക് തന്നെ എപ്പോഴെങ്കിലും കാണുകയും. അത് നടന്നില്ല എന്ന് പറയാം. ഇനിയിപ്പോ ആ മൂഡ് അതേപോലെ ഉണ്ടാക്കാൻ ഒരു ഇത് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഈ ഊരവേദന തേങ്ങ വന്നോണ്ടേ. പക്ഷെ അന്നൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഒന്നെങ്കിൽ ജിമ്മിന്ന് കിട്ടിയ പണി ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ പ്രായത്തിന്റെ ഭാഗമായിട്ട്. പ്രായത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആശ്വസിക്കുക. പക്ഷെ അതല്ല, ജിമ്മിന്ന് വന്നു തന്നെയാണ്. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കോർ മസിൽ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞത്. എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് തേങ്ങ ആയാലും മാറുന്ന വരെ വേദന നമ്മൾ സഹിക്കണ്ടേ? അങ്ങനെ സംഗതി കൂടെ ഉണ്ട്. ഈ ചെറുതുപോലും ഞാൻ ഇതിൽ നടന്നുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചെറുതെന്ന് കുഞ്ഞി
അതും ഇങ്ങനെ ഇതിലേക്ക് ഇട്ടാല് ഇവിടെ വളരാണെ വളർന്നോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ വീഡിയോസൊന്നും ഇല്ല, അല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷോപ്പിൽ പോയി. ഷോപ്പിൽ പിന്നെ ഉണ്ടായിരുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ ഒരു പാർക്കിംഗ് ബോർഡ്, ഒരു ഫ്ലെക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ അത് ഇത് കണ്ടോ, ഞാൻ തന്നെ ഫസ്റ്റൊക്കെ ചേച്ചി അത് പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ, എവിടെ മുകളിലും താഴെ ഒട്ടിക്കാൻ. പിന്നെ ഞാൻ തന്നെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിങ്ങനെ പതിയെ ശരിയാക്കി എടുക്കാം.